കാർ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ്. ഈ കാറിനെ തകർത്ത് സ്ക്രാപ്പാക്കി മാറ്റാൻ പോവാണ്. ഗണ്ടഗോൾ ഗണ്ടഗോൾ. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നേക്ക് ടിൻ മാൻ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് സൺസിറ്റിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ ആദ്യം എന്റെ കൂടെ ഏറ്റുമുട്ട്. ടിൻ ഡബ്ബ. ഒരു മിനിറ്റ്. ടിൻ എന്ന് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത് കുറച്ച് ടിൻ ഫുഡ് കഴിച്ചേക്കാമേ. എനിക്ക് ഒരുപാട് വിശക്കുന്നു. ഗണ്ടഗോൾ ഗണ്ടഗോൾ. നീ എന്തായി ചെയ്യുന്നത്? ശത്രുവിന്റെ കൂടെ ഏറ്റുമുട്ടാൻ വന്നതാണോ അതോ കല്യാണ വീട്ടിൽ വിരുന്നിന് വന്നതാണോ? എല്ലാം ഇപ്പോൾ നീ നശിപ്പിച്ചു. ഗണ്ടഗോൾ ഗംഗുലിയുടെ ഫിലിം അത് ഡമ്മി പീസ് ആക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അങ്കിൾ, ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നോ. അതായത് ഈ ഗണ്ടഗോൾ ഗണ്ടഗോൾ എന്ന് വെച്ചാൽ എന്താണ് അങ്കിൾ? നിങ്ങൾക്ക് അതുപോലും അറിയില്ലേ? ഇങ്ങോട്ട് നോക്ക്. ഒരു ഗണ്ടഗോൾ അതെന്റെ പേരാണ്. ഇനി ഒരു ഗണ്ടഗോൾ അതായത് ഫൈറ്റ് ആക്ഷൻ. പക്ഷെ ഈ ചെക്കനോടല്ലോ എല്ലാം നശിപ്പിച്ചിരിക്ക. ഞാനാണ് ഗണ്ടഗോൾ ഗാംഗുലി. സിനിമ പടം എടുക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. ആർക്കും മനസ്സിലാകാത്തൊരു പേര് അയാളുടെ പേര്. ഇയാളുടെ സിനിമ ആർക്കും മനസ്സിലാവില്ലെന്ന് തോന്നുന്നത്. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഗണ്ടഗോൾ. ഗോണ്ടഗോളിനെക്കാളും വളരെ അധികമായ ഗോണ്ടഗോൾ. ഗോൾ എന്ന് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത് റൗണ്ട് റൗണ്ട് ആയിരിക്കുന്ന ഈ രസഗുല എന്ന് കഴിച്ചേക്കാം. അത് രസഗുല അല്ല, രസഗുല. അതായത് എനിക്ക് സ്ട്രീറ്റില് അതായത് ഞാൻ പറഞ്ഞു വന്നത് സൺ സിറ്റിയിൽ ഹീറോ മാത്രമല്ല ഒരു സൈഡ് ഹീറോ പോലും കിട്ടില്ലെന്നാ തോന്നുന്നത്. ഷെടാ അങ്കിൾ, നിങ്ങൾ ഒരു കാര്യം പറയൂ. അങ്കിളിന്റെ ഫിലിമിലെ ഹീറോ എങ്ങനെയുണ്ടാവണമെന്നാ പറയുന്നേ? ഹീറോ അല്ല, സൂപ്പർ ഹീറോ എന്ന് പറ. എന്റെ ഫിലിമിന് വരുന്ന ഹീറോ വളരെ ബ്രേവ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ഒരു ഹീറോ ആണ് എനിക്ക് ആവശ്യം. അവൻ ശത്രുവിനെ ഗണ്ണിൽ നിന്നും തെറിക്കുന്ന ബുള്ളറ്റിനേക്കാൾ വളരെ ശക്തമായി അടിക്കണം. ഒന്നിനും പേടിക്കരുത്. ഈ സ്റ്റീൽ മാന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. പിന്നെ ഓരോ സമയത്തും സൂപ്പറായിട്ട് വിസിലടിക്കണം. നിങ്ങൾ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും കീക്കോയിനുണ്ട്. അത് മാത്രമല്ല അവന്റെ അടുത്ത് സൂപ്പർ സ്പീഡോയും ഉണ്ട്. അതൊരു സൂപ്പർ കാറാണ്. എന്ത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എന്നാ പിന്നെ കലക്കി. എന്നാ പിന്നെ നീയാണ് ഞങ്ങളുടെ സിനിമയിലെ സൂപ്പർ ഹീറോ, ചട്ടി മാൻ. വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ നിന്നെ എങ്ങനെ ഓവർനൈറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റാൻ പോകുന്നെന്ന്. ഹേയ്, എല്ലാം റെഡിയാക്കൂ. അയ്യോ, ഞങ്ങളുടെ കീക്കോ രാത്രിയിൽ മാത്രമല്ല, പകൽ സമയത്ത്, ആഫ്റ്റർനൂണിൽ, ഈവനിങ്ങില്, ഓൾ ദ ടൈം. ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ് അവൻ. നീ എന്താ കരുതിയത്? സ്റ്റാറാ, സൂപ്പർ സ്റ്റാർ അവൻ. സൂപ്പറിനെക്കാളും വളരെ വലിയ സ്റ്റാർ, സൂപ്പർ ഡൂപ്പർ സ്റ്റാർ. ഇന്നു മുതൽ നീയും നിന്റെ കാറും ഞങ്ങളുടെ സിനിമയിൽ ജോലി ചെയ്യണം. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ പടം ഇറക്കാൻ വന്നിരിക്കുകയാണ്. ഗോലി ഗോലി. താങ്ക് യു ഫോർ ദി ഓഫർ ഗോണ്ടഗോൾഡ് അങ്കിൾ. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഫിലിമിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. ഷെടാ, എന്താ ഇത്? അവസാന നിമിഷത്തിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ മലയാളം. എന്തുകൊണ്ടാ നിനക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? കാരണം ഞാനും സൂപ്പർ സ്പീഡോയും റോങ്ങിനെ റൈറ്റ് ആക്കാൻ വേണ്ടി മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ഫിലിമിൽ വന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കലക്കി. എന്തൊരു വാക്കാ നീ പറഞ്ഞത്? അതായത് ഡയറക്ടർ ഗോൾ ഗോൾ. ഗോൾ ഗോൾ അല്ല, ഗുണ്ടഗോൾ. ഡയറക്ടർ ഗുണ്ടഗോൾ എന്ന് പറയൂ. ഡയറക്ടർ ഗുണ്ടഗോൾ ഗംഗുലി. നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഹീറോന്റെ റോൾ ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാം. ഓൾറെഡി ഞാൻ വലിയ വലിയ ഫിലിംസിലെല്ലാം വലിയ വലിയ ആക്ഷൻ റോൾ ചെയ്തിട്ടുണ്ട്. അതെ. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതുവരെ നിങ്ങൾ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആക്ഷൻ സീൻ ഒക്കെ ചെയ്യുന്നത്. ക്യാമറയിൽ എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും എന്നെ അടയാളം കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഫിലിം റോൾ വന്ന് വീഴട്ടെ. ഇത്ര നേരം അയാൾ പറഞ്ഞാലും പച്ചക്കള്ള. പക്ഷെ നിങ്ങൾ അത്ര പെട്ടെന്ന് ആക്ഷൻ സീൻസ് ചെയ്താൽ എനിക്ക് പോലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. പിന്നെ സിനിമ എടുത്തിട്ട് എന്താ പ്രയോജനം? പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ. ഒരു കൊച്ചു പയ്യന് മാത്രമേ എന്റെ സിനിമയിൽ ഹീറോ ആകാൻ പറ്റൂ. നിങ്ങൾക്കൊരു കൊച്ചു ചെക്കനെയല്ലേ ആവശ്യം അങ്കിൾ?
ഞാൻ നിങ്ങളുടെ ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി ഓഡിഷന് വന്നതാ. ഹീറോയുടെ റോൾ ചെയ്യാൻ വേണ്ടി വന്നതാ. കുഴപ്പമില്ല, കാണാൻ ആള് സുന്ദരനാണല്ലോ. ഹേയ്, ആദ്യം നിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കുന്ന ആ പാവട എടുത്തു മാറ്റ്. ഞാൻ ആരംഭത്തിലെ ടോണി ബോസിനോട് പറഞ്ഞതാ, ആ പാവാട എടുത്ത് മാറ്റാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ നിന്നെ കാണാൻ ജോക്കറിനെ പോലെ ഉണ്ടാവും പറഞ്ഞതാ. സബാഷ്. ഇനി മുതൽ ഈ ടോണിയാണ് എന്റെ സിനിമയിലെ ഹീറോ. ഞാനാണ് ഗോണ്ടഗോൾ ഗംഗുലി. സിനിമ പടം പിടിക്കാൻ പോവാ. ഗോലി ഗോലി. നീ വേണമെങ്കിൽ നോക്കിക്കോ. നിന്നെ ഞാൻ ഓവർനൈറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റാൻ പോവാ. സൂപ്പർ ഹീറോയുടെ കോസ്റ്റ്യൂം എടുത്തോണ്ട് വരൂ. എന്ത് സൂപ്പർ ഹീറോയുടെ കോസ്റ്റ്യൂമോ? അത് കലക്കി. തീർച്ചയായിട്ടും അത് സൂപ്പർ കോസ്റ്റ്യൂം ആയിരിക്കും. ഞാൻ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് സ്റ്റൈൽ ആയിട്ട് ഇങ്ങനെ റോക്കറ്റ് പോലെ കാറ്റിൽ പറന്നു പറന്നു പോകും. ഇതാണ് നിനക്കുള്ള സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്റെ വെറും ഷെഡിയോ? ഒരു പക്ഷെ നിനക്ക് എന്റെ സിനിമയുടെ ടൈറ്റിൽ എന്താണെന്ന് അറിയില്ലെന്നാ തോന്നുന്നത്. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. എന്ത് ചഡ്ഡിമാനോ? ഇങ്ങോട്ട് നോക്കു കുട്ട, സിനിമയുടെ പേര് തന്നെ ചഡ്ഡിമാൻ ആണെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ നിനക്ക് കോസ്റ്റ്യൂമായിട്ട് ഷെഡിയില്ല തരാൻ പറ്റൂ. കോട്ടും സൂട്ടും ഇടാൻ പറ്റൂ. ഇങ്ങനെ ബലൂൺ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കരുത്, മനസ്സിലായോ? പെട്ടെന്ന് പോയി പടപടാന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നേ. പിന്നെ ഈ സീനും നല്ലോണം ഓർമ്മ വെച്ചോ. നമ്മളിപ്പോ ഈ സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് ഗണ്ടഗോൾ ഗംഗുലി. സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. ഇതുപോലെ ഒരു ഷോട്ട് വെച്ചാൽ സൂപ്പർ ആയിരിക്കും. ആൻഡ് ആക്ഷൻ. എന്നെ ആരാ തടഞ്ഞു നിർത്തുന്നതെന്നൊന്ന് നോക്കട്ടെ. നിന്നെ ഞാൻ തടഞ്ഞു നിർത്താമടാ. നീ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇവിടെ ഉള്ളത് വരെ നിനക്ക് സൺസിറ്റിയെ ഒന്നും ചെയ്യാനാവില്ല. ധൈര്യമുണ്ടെങ്കിൽ ആദ്യം എന്നോട് വന്ന് ഏറ്റുമുട്ട്, ടിന്നിന്റെ ഡപ്പ്. അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ അമ്മേ. നീ പറഞ്ഞതിപ്പോ ഞാൻ ചെയ്ത് കാണിക്കാമെടാ. നീ എന്നോട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണല്ലേ? ചേടാ, ഞാൻ പറയാൻ വന്ന ഡയലോഗ് ഒന്ന് ഫുള്ളായിട്ട് പറഞ്ഞു തീർക്കട്ടെ. ഷടാ, എന്തോ ഇതൊക്കെ? അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് ഒരു വളരെ സ്ട്രോങ് ആയ കാർ ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ സിനിമ എടുത്താൽ അത് ഫ്ലോപ്പ് ആയി പോകും. ടോണി, നിന്നെ വെച്ച് ഇതിൽ കൂടുതൽ എനിക്ക് സിനിമ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഹണ്ടാഹോൾ അങ്കിൾ. ഹണ്ടഗോൾ അല്ല, ഗോണ്ടഗോൾ. ഞാനാണ് ഗോണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. നിന്നെ പോലെ ഡമ്മി സ്റ്റാർ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യം സൂപ്പർ ഹീറോയാണ്. ഞാൻ ഇറങ്ങുന്നു. ബൈ. ഒരു മിനിറ്റ് അങ്കിൾ, എന്തിനാ ഇപ്പൊ പാക്കപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോ എന്താണ് ആവശ്യം? വളരെ സ്ട്രോങ് ആയ ഒരു സൂപ്പർ ഫാസ്റ്റ് കാർ വേണം. അതില്ലെങ്കിൽ ഞാൻ ഷൂട്ടിംഗ് ചെയ്യുന്നില്ല. പക്ഷെ അത്രയ്ക്കൊരു സ്ട്രോങ് ആയ കാർ എവിടുന്ന് കിട്ടും? അതെങ്ങനെയാ ഈ റോബോട്ടിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാ? അയ്യോ, ഒരു കാറും അത്രയ്ക്ക് സ്പീഡ് ആവില്ല സാറേ. അത് ശരിയാണല്ലോ. സൂപ്പർ സ്പീഡോ? കിക്കോ, പ്ലീസ് നീ നിന്റെ സൂപ്പർ സ്പീഡാണ് ഷൂട്ടിങ്ങിന് തന്നേക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. പറ്റില്ല ടോണി, ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ എന്റെ സൂപ്പർ സ്പീഡോ എനിക്ക് തരാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് സമ്മതിക്ക് കിക്കോ. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും കൂട്ടുകാരല്ലേ? ഏത് ജോലി കൊടുത്താലും ടോണി ഗുലുമാലാക്കുന്നതാണ് പതിവ്. കിക്കോ, ഏതായാലും കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ടോണി ബോസിന് മെന്റൽ കേസാണ്. ചെല്ല്, വേഗം ചെന്ന് പാക്കപ്പ് ചെയ്യ്. ആ ചെക്കൻ സമ്മതിക്കില്ല. പ്ലീസ് കിക്കോ, കുറച്ച് സമയത്തിനെങ്കിലും എനിക്ക് സൂപ്പർ സ്പീഡ് തന്നേക്ക്. ഓക്കെ ടോണി, നിനക്ക് വേണ്ടി കുറച്ച് സമയത്തേക്ക് ഞാൻ എന്റെ സൂപ്പർ സ്പീഡോയെ തന്നേക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. നീ എനിക്കൊരു പ്രോമിസ് ചെയ്തു തരണം. ഇന്നു മുതൽ നീ ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. ഈ ദിവസം മുതൽ ഞാൻ ആരെയും കളിയാക്കൂല, ഡിസ്റ്റർബ് ചെയ്യൂല. പ്രോമിസ് പ്ലീസ് എനിക്ക് തന്നേക്ക്. പിന്നെ വേറൊരു കാര്യം, ഈ ഫിലിം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വലിയൊരാളായി മാറും. പിന്നെ ഇതുപോലെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. വേഗം, അതിവേഗം 6
7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ ഈ ഗോൾഡ് അങ്കിളിന്റെ ഫിലിമിൽ ജോലി ചെയ്യണം. കൊള്ളാലോ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഞാനാണോ ഹീറോ? അല്ല, ഞാനാണ് ഹീറോ. അതെ, അടിപൊളി. ഈ വണ്ടി കാലക്കി നല്ല സ്റ്റൈലായിട്ടുണ്ട്. ടോണി, ഈ പടത്തിൽ നീ തന്നെയാ ഹീറോ. നിന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ആക്കാം. എന്റെ പേര് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമാ പടം പിടിക്കാൻ വന്നിരിക്കാ. ഗോലി ഗോലി. ചെല്ല് എല്ലാവരും ചെന്ന് അവരവരുടെ ജോലി നോക്കി എല്ലാം അറേഞ്ച് ചെയ്യൂ. ആക്ഷൻ. ഈ കാറിനെ കൂടി ഞാൻ ആദ്യം പൊളിച്ചടുക്കിയ കാറിനെ പോലെ ചിന്ന ഭിന്നമാക്കും. അത് ശരി, നീ എന്നെ പൊട്ടിക്കാൻ പോവുകയാണോ? ഇപ്പൊ ഞാൻ നിന്നെ എങ്ങനെയാണ് തകർക്കാൻ പോകുന്നതെന്ന് കണ്ടോളൂ. ഇപ്പൊ എന്ത് പറ്റി ഗോൾഡ് അങ്കിൾ? എന്ത് പറ്റിയെന്നാണ് ചോദിക്കുന്നത്? നിന്റെ കാർ കാരണം എന്റെ റോബോക്ക് വലിയൊരു ഡാമേജ് ഏർപ്പെട്ടിരിക്കുക. പക്ഷെ ഗോൾഡ് അങ്കിൾ, സൂപ്പർ സ്പീഡോയുടെ സിസ്റ്റമിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആരെങ്കിലും അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ സൂപ്പർ സ്പീഡോ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത്രയ്ക്ക് പവർഫുൾ ആയ ഒരു കാർ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ സിനിമ എടുക്കുന്നത്? ടോണി, നീ ഈ സിനിമയിലെ ഹീറോ അല്ല. ഷൂട്ടിംഗ് കഴിഞ്ഞു. പാക്ക്. ഒരു മിനിറ്റ് ഗോൾഡ് അങ്കിൾ, എനിക്ക് സൂപ്പർ സ്പീഡോയുടെ പവേഴ്സിനെ കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അടുത്ത അരമണിക്കൂർ നേരത്തേക്ക് അവന്റെ പവേഴ്സ് ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാം. അത് ചെയ്താലും മതി. അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഇന്ന് ഞാൻ എടുക്കേണ്ട എല്ലാ സീൻസും ഷൂട്ട് ചെയ്ത് തീർക്കും. ടോണി, ഇപ്പൊ നീയാണ് എന്റെ ഹീറോ. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമാ പടം പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഡീആക്ടിവേറ്റ് സൂപ്പർ സ്പീഡോസ് പവർ ഫോർ ഹാഫ് ആൻ അവർ. ഓക്കേ കിക്കോ. ഇപ്പൊ നിങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യൂ അങ്കിൾ. അടുത്ത അരമണിക്കൂറിന് സൂപ്പർ സ്പീഡോയുടെ ഒരു പവറും വർക്കൗട്ട് ആവില്ല. ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്പീഡായിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കേ. ഈസിയാണ്. അവന്റെ കൈവശം മറ്റൊരു പവേഴ്സും ഇല്ല. ആക്ഷൻ. കാർ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ്. ഈ കാറിനെ തകർത്ത് സ്ക്രാപ്പാക്കി മാറ്റാൻ പോവാണ്. ഷൂട്ടിംഗ് എന്ന പേരിൽ ഇവൻ എന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ രക്ഷിക്കേ. ഷൂട്ടിംഗ് നിർത്ത്. ആ റോബോട്ട് സൂപ്പർ സ്പീഡോയെ ഡാമേജ് ആക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ കുട്ടി, ഇവിടെ ഞാനല്ലാതെ വേറെ ആരും കട്ട് പറയരുത്. ഇവിടെ ഞാനാണ് ഡയറക്ടർ. ഞാൻ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യൂ. വൗ, ഈ സീൻ കലക്കി. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. സിനിമാ പടം പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഗോലി ഗോലി. നിലവിന്റെ വെളിച്ചത്തിൽ മൂങ്ങിക്ക് താലാട്ടുപെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞു വരുന്നത്? സാറിപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഗോണ്ടഗോൾ എന്ന് പേരുള്ള ഒരു സയന്റിസ്റ്റ് സൂപ്പർ സ്പീഡോയെ നശിപ്പിക്കാൻ വേണ്ടി സൺ സിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്ന് കേട്ടു. വരാൻ പോകുന്നു അല്ല, ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. ഓൾറെഡി തകർക്കുന്ന ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ആയാലും ശരി, ഇനി കീക്കോ ആയാലും ശരി, അവരുടെ കാര്യം ഇനി പോക്കാ. പക്ഷെ ഗോണ്ടഗോൾ അങ്കിൾ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുവരെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഈ റോബോയെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. ഇത് എന്റെ പുതിയ കണ്ടുപിടുത്തമാണ്, റോബോട്ടിക് ജോഡി. ലോകമെങ്ങും ഇത് ഫേമസ് ആകാൻ പോകുക. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. നിന്റെയും സൂപ്പർ സ്പീഡോയുടെയും ജോഡി നമ്പർ 1 ആണെന്ന് ഞാൻ കേട്ടു.
സോ ഞാനിപ്പോ നിന്റെ സൂപ്പർ സ്പീഡോയെ തകർത്ത് നിങ്ങളുടെ ജോഡി പിരിക്കാൻ പോവുകയാണ്, മനസ്സിലായോ? അതിനുശേഷം ഞാൻ എന്റെ ഈ റോബോയോടൊപ്പം ചേർന്ന് ജോഡി നമ്പർ 1 ആയി മാറുന്നതായിരിക്കും. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ഇനി എല്ലാവരും ജോഡി നമ്പർ 1 എന്ന് ഞങ്ങളെ മാത്രമേ പറയൂ. കീക്കോയ്, നീ ടച്ച് ചെയ്യുന്നതിന് മുൻപ് നീയെ ആദ്യം എന്നോട് ഏറ്റുമുട്ടണം. ഓക്കെ സൂപ്പർ സ്പീഡോ, നിന്റെ പവേഴ്സ് വീണ്ടും ആക്ടിവേറ്റ് ആകുന്നത് വരെ നമ്മൾ ആ ഗോൾഡിന്റെ റോബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഓക്കെ കിക്കോ. നമ്മൾ ആ റോബോട്ടിനെ സൺസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ റോബോട്ട് ടോട്ടൽ സൺസിറ്റിയെയും നശിപ്പിച്ചു കളയും. ഓക്കെ കീക്കോ, എന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ആകാൻ 17 മിനിറ്റ് ബാക്കിയുണ്ട്. നീ നേരെ കാട്ടിലേക്ക് ചെല്ല്. അതിനു മുമ്പ് ആ റോബോട്ടിനെ എന്തെങ്കിലും ചെയ്യാൻ ഞാനൊരു പ്ലാൻ ചെയ്തേക്കാം. ട്രിക്ക് വർക്കൗട്ട് ആവുന്ന സ്ഥലത്ത് നമുക്ക് കിക്കിന്റെ ആവശ്യമില്ല. അവനൊരു പേടിത്തൊണ്ടനാണെന്നാ തോന്നുന്നേ. അവൻ ഓടിപ്പോയി. പക്ഷെ ഇന്ന് നീ എവിടെ പോയി പതുങ്ങിയിരുന്നാലും നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. സൂപ്പർ സ്പീഡോടെ പവർ വീണ്ടും ആക്ടിവേറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നശിപ്പിച്ചിരിക്കും. കീക്കോ, വേഗം എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യൂ. എന്റെ പവേഴ്സ് ഇനിയും ആക്ടിവേറ്റ് ആകാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. അവൻ ചുറ്റിക്കൊണ്ടടിച്ചാൽ എന്റെ സിസ്റ്റം ഒക്കെ ഹാങ് ആയി പോകുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, നീ ആ റൂട്ടിൽ പോ. ആ റൂട്ടിൽ നമുക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കും. പക്ഷെ റോബോട്ട് വലിയ സൈസ് ആയതുകൊണ്ട് സമയമെടുക്കും. നിൽക്ക് സൂപ്പർ സ്പീഡോ, റോബോട്ടിനെ വകവരുത്താനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 23 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ, റോബോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവാ. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലടാ കൊച്ചിച്ചക്ക. ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേരെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോവാ. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ശത്രുവിനെ എടുത്തിട്ട് പന്താടാൻ പോവാ. ഗോളി പോലെ തട്ടിക്കളയും ഞാൻ. ഇത് ചതുപ്പ് നിലമാണോ? അവന്മാര് നമ്മളെ ഈ ചതുപ്പ് നിലത്തിൽ തള്ളിവിട്ടിരിക്കുകയാണ്. നീ എന്തുമാത്രം കിക്ക് ചെയ്താലും ശരി കീക്കോ, എന്റെ റോബോക്ക് ഒരു ഡാമേജും സംഭവിക്കില്ല.
കാരണം ഈ റോബോയെ സ്പെഷ്യൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. Powers activated. യെസ്, അരമണിക്കൂർ സമയം കഴിഞ്ഞു. സൂപ്പർ സ്പീഡോയ്ക്ക് പവർ ഒക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. കലക്കി മൈ ഡിയർ ഫ്രണ്ട്. ഏതായാലും നീ തിരിച്ചു വന്നത് നന്നായി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സൂപ്പർ സോളിഡ് ആൻഡ് റോക്കിംഗ്. ഇപ്പോൾ ഞാൻ ഈ ടിൻ ഡബ്ബയെ റോക്ക് ആൻഡ് റോൾ ചെയ്യാൻ പോവുകയാണ്. ആ റോബോ വളരെ സ്ട്രോങ് ആണ്. അതിനെ ഏതാണ്ട് ഒരു സ്പെഷ്യൽ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗുണ്ടഗോൾ അവൻ തന്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടോണ്ട് അത് മൂവ് ചെയ്ത് അവൻ റോബോട്ടിനെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ റോബോട്ടിന്റെ തലയിലുള്ള ആ ഗ്ലാസ് ഇല്ലേ, അത് നോർമൽ ഗ്ലാസ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഫോർമുല നമ്പർ 89 ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ കിക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 89. ഇതാണ് ഞാൻ സൂപ്പർ കിക്ക് ചെയ്യേണ്ട സമയം. അവസാനം ഗുണ്ടഗോളിക്കിന്റെ വലയിൽ വന്ന് കുടുങ്ങിപ്പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട റോബോ. റോബോട്ടിന്റെ കയ്യിൽ ചുറ്റിക കൊടുത്തിട്ട് നീ അവിടെ ചുറ്റി ഇവിടെ ചുറ്റി എന്റെ കാൽ കീഴിൽ വന്ന് വീടില്ലേ? എന്തായി പറയുന്നത്? സാറ് ചുരുക്കമായി പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. കൊള്ളാം. കീക്കോയും സൂപ്പർ സ്പീഡോയും ചേർന്ന് സൺസിറ്റിയെ വീണ്ടും ആ ഗുണ്ടഗോൾ പിന്നെ അവന്റെ ആ റോബോട്ടിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. അടിപൊളി. ലോകത്തിലെ നമ്പർ 1 ജോഡി കീക്കോയും സൂപ്പർ സ്പീഡോയുമാണ്. ഗുണ്ടഗോൾ അല്ല മേര അങ്കിൾ, അത് ശരിക്കും പറയണമെങ്കിൽ ഗുണ്ടഗോൾ. ബോസ്, പാറയിൽ കൊണ്ടിടിച്ച് ഇവന്റെ തല രണ്ടായിട്ട് പിളർന്നേക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നോക്കിക്കോ, കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കും. മിസ്റ്റർ പ്രസിഡന്റ്, ഇതൊന്ന് നോക്കൂ. എനിക്ക് കൈറ്റ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ ഈ സൺ സിറ്റിയിലെ ജനങ്ങളെ കാണാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഐ എം ഷുവർ കൈറ്റിൽ എഴുതിയിരിക്കുന്ന മെസ്സേജ് കണ്ടിട്ട് ജോയ് സിറ്റിയുടെ പ്രസിഡന്റ് വളരെ സന്തോഷിച്ചു കാണും. തീർച്ചയായിട്ടും, കാരണം പ്രസിഡന്റ് ഉണ്ടല്ലോ. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ കൈറ്റ് ലവർ. കാറ്റാടി പറത്തി പറത്തി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? സാറേ, നിങ്ങളുടെ പട്ടം എവിടെയാണ്? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ഒരു കാര്യം ഓർക്കണം ജൂനിയർ. ശരിക്കുള്ള ഡിറ്റക്റ്റീവ് ആരാണെന്ന് വെച്ചാൽ കൈറ്റ് പറത്തിയാലും ആർക്കും അത് കാണാൻ പറ്റരുത്. കാലക്കി സാറേ, എന്തൊരു പഞ്ചാ സാർ ഇപ്പൊ പറഞ്ഞത്. ഞാൻ എന്റെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ഇതെന്താ? ഈ കൈറ്റ് മാത്രം കാറ്റ് വീശുന്നതിനെതിരായിട്ടാണല്ലോ പറക്കുന്നേ. എന്റെ കൈറ്റ് മമ്മി. അയ്യോ, എന്റെ കൈറ്റ് അങ്ങ് പോയല്ലോ. ഇപ്പൊ നോക്കിക്കോ.
ബർത്ത്ഡേക്ക് നമ്മൾ ടോഫി കൊടുത്തു കഴിഞ്ഞു. ടോണി ബോസിന്റെ പാന്റ് ടർന്നങ്ങ് കേറിപ്പോയി. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. അല്ല, ആ വലിയ കൈറ്റ് എങ്ങോട്ടാ പോയത്? R7 ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ, എന്ന് വെച്ചാൽ എവിടെയോ അപകടമുണ്ടെന്നർത്ഥം. ആ കൈറ്റ്മാൻ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവുകയാണ്. എന്റെ ദൈവമേ, കീക്കോ, ആ പ്ലെയിൻ സൺസെറ്റിയുടെ മുകളിൽ വന്ന് വീഴുമെന്ന് തോന്നുന്നത് ആലോചിക്കുമ്പോ നിന്റെ തല കറങ്ങുന്നു. ഇപ്പൊ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടൻ അടി വന്നെത്തുന്ന ഹീറോ. ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ശ്രദ്ധിക്ക്. ആ കൈറ്റ്മാൻ ജോയ് സിറ്റിയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുക. ഫോർമുല നമ്പർ 187 അപ്ലൈ ചെയ്യേ. ഇപ്പൊ തന്നെ ഫോർമുല നമ്പർ 197 ആക്ടിവേറ്റ് ചെയ്യാം. ട്രാക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് പ്രസിഡന്റിനെ പിന്നെ കണ്ടെത്താം. വേഗം വാ സൂപ്പർ സ്പീഡോ, ആദ്യം നമുക്ക് പ്ലെയിൻ ക്രാഷ് ആവാതെ സൂക്ഷിക്കാം. സൂപ്പർ സ്പീഡോ, നിനക്ക് ആ എയർക്രാഫ്റ്റിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, പക്ഷേ കുറച്ച് സമയം വേണം. ഇല്ല, നമുക്കിപ്പോ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആ പ്ലെയിൻ സൺസെറ്റിൽ വീണ് ക്രാഷ് ആവും. നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല നമ്പർ 256 അപ്ലൈ ചെയ്യേ. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 256. ഭാഗ്യം, നമ്മുടെ ആ ഫോർമുല വർക്ക്ഔട്ട് ആയി. ശരി, ഇപ്പൊ പതുക്കെ ആ പ്ലെയിനെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യിപ്പിക്കേ. കീക്കോ, ഫ്ലൈറ്റിന്റെ വെയിറ്റ് വളരെ ഹെവിയാണ്. കയർ അറ്റുപോകുമെന്നാണ് തോന്നുന്നത്. ആ പ്ലെയിൻ താഴെ വീഴുമെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 372. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 372. ടവറിൽ വീണ് ക്രാഷ് ചെയ്യാതെ നോക്കണം. കീക്കോ, ഞാൻ പ്ലെയിനിന്റെ മേളിൽ മാഗ്നറ്റിക് ഫീൽഡ് കവർ ചെയ്ത് അതിനെ പിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്ലെയിനിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കേ.
സൂപ്പർ സ്പീഡോ, നീ ആ ട്രാക്കിംഗ് ഡിവൈസ് ആ വലിയ കയറ്റിൽ ഫിക്സ് ചെയ്തതല്ലേ? ഇപ്പൊ അത് ട്രാക്ക് ചെയ്ത് പ്രസിഡന്റ് എവിടെയാണെന്ന് കണ്ടെത്ത്. ഓക്കേ കിക്കോ. ബോസ്, ഇതായിരിക്കുന്നു പ്രസിഡന്റ്. പറഞ്ഞതുപോലെ തരിച്ചു ചെന്ന് കടത്തിക്കൊണ്ടു പോന്നു. വെൽക്കം പ്രസിഡന്റ്, വെൽക്കം. കൈറ്റ് മാന്റെ ഈ കാത്താടി എല്ലാറ്റിനെയും തലകിഴയായി മാറ്റിമറിക്കും. നിങ്ങൾ എല്ലാരും ആരാണ്? എന്തിനാ എന്നെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങളാണ് കൈറ്റ് മാൻ. നിങ്ങളുടെ ജോയിന്റ് സിറ്റിയിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു. അതിലുള്ള ഒരു പാർട്ടി അവർക്കൊരു കാര്യം ഇഷ്ടമല്ല. അതായത് നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള കോൺട്രാക്ട് അവർ എനിക്ക് തന്നു. ഞാനിപ്പോ പറഞ്ഞ ഇലക്ഷൻ കഴിയുന്നത് വരെ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആയിരിക്കണം. ഈ സ്ഥലത്ത് വേണം താമസിക്കാൻ. വലിയ തെറ്റാ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ, കീക്കോ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ്. മിണ്ടു പോകരുത്. താനെന്താണ് പിച്ചുമേയും പറയുന്നേ? ഏത് കിക്കോയുടെ പേരാ പറയുന്നേ? ആ കിക്കോക്കെ ഞങ്ങളുടെ അടുത്ത് പോലും വരാൻ പറ്റില്ല. അല്ലേ ബോസേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ കിഡ്നാപ്പിംഗ് ജോലി കഴിഞ്ഞു. ഇപ്പൊ എന്റെ പൈസ എങ്ങ് തന്നേക്ക്. എന്ത്? ബോസ് എന്നെ പ്രശംസിക്കുകയാണല്ലോ, പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്നെ വഴക്ക് പറയാന്നാ തോന്നുന്നേ. മരം മണ്ട, ഞാൻ നിന്നെ വഴക്ക് തന്നെയാ പറയുന്നത്. കീറ്റോ വളരെ ബ്രില്യന്റ് ആയിട്ട് നിന്റെ ഈ കാറ്റാടിയിൽ ട്രാക്കിംഗ് ഡിവൈസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇരിക്കുന്ന ഈ ലൊക്കേഷൻ അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. ബോസ്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? കീക്കോ ഇത് ട്രാക്ക് ചെയ്ത് ഈ ട്രാക്കിംഗ് ഡിവൈസ് ഉള്ള സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും വരും. പക്ഷെ അവൻ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. കൈറ്റ് മാന്റെ കാത്താടി എല്ലാറ്റിനെയും തലകീഴായി മാറ്റി മറിക്കുന്നതാണ്. ആ കൈറ്റ് ഇവിടുന്ന് എത്ര ദൂരെയാണുള്ളത് സൂപ്പർ സ്പീഡോ? ഒരുപാട് ദൂരത്തിലല്ല കീക്കോ, ഇവിടെ അടുത്ത് എവിടെയോ തന്നെയുണ്ട്. പക്ഷേ അടുത്തെങ്ങും കൈറ്റിനെ കാണാനില്ലല്ലോ. ആ, ഒരു പിജിയൻ പറക്കുന്നുണ്ട്. കീക്കോ, എന്റെ സിസ്റ്റം ആ പിജിയനാണ് കാണിക്കുന്നത്. കൈറ്റ് മാന്റെ കാറ്റാടി എല്ലാ വിഷയങ്ങളെയും തലകിഴയായി മാറ്റും. അല്ല, ആ ട്രാക്കിംഗ് ഡിവൈസ് ഈ പിജിയന്റെ കഴുത്തിൽ എങ്ങനെയാ വന്നത്? ആ കൈറ്റ് മാൻ ശരിക്കും നമ്മളെ കളിപ്പിച്ചിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ പ്രാവേ. എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഞങ്ങളുടെ സംഭവിച്ച കാര്യം അതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കിഡ്നാപ്പ്. ജോയിന്റ് സിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ സൺ സിറ്റിയിൽ നിന്നും കിഡ്നാപ്പ് ആയിരിക്കുകയാണ്. ഇത് കാരണം നമ്മുടെ സൺ സിറ്റിയുടെ അഭിമാനം നഷ്ടപ്പെടും. മമ്മി, ഡോണ്ട് വറി മേയർ അങ്കിൾ. കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. റോങ് ജയിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ എപ്പോഴും റൈറ്റിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് സാറിന്റെ മൊബൈൽ നമ്പർ ഔട്ട് ഓഫ് റേഞ്ച് എന്നാണല്ലോ വരുന്നത്. എന്തെങ്കിലും ചെയ്യൂ കീക്കോ. പ്രസിഡന്റ് സാർ ഇന്ന് ജോയിന്റ് സിറ്റിയിലേക്ക് വന്നേ പറ്റൂ കീക്കോ. കാരണം നാളെ മുതൽ അവിടെ ഇലക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അദ്ദേഹം കറക്റ്റ് സമയത്ത് അവിടെ വന്നെത്തിയില്ലെങ്കിൽ അദ്ദേഹം തോറ്റുപോകും. ഒരു സമയത്ത് ഞാൻ ഇതുപോലെ കയറിൽ വന്ന് കിഡ്നാപ്പ് ചെയ്തവനെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി അവനെ എടുത്തിട്ടങ്ങ് ചവിട്ടി. അതിനുശേഷം അവൻ ഒരിക്കലും കാറ്റാടി പറത്തിയിട്ടേയില്ല. തറയിൽ സൈക്കിൾ ഓടിക്കാൻ പോലും അവന് പേടിയായിരുന്നു, അറിയാമോ? പിന്നല്ലാതെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ കാറ്റാടിയുടെ നൂൽക്കെട്ട് വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളം അല്ലേ? ഒരു പ്രാവശ്യം പ്രസിഡന്റ് ഉള്ള ലൊക്കേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. നിങ്ങളുടെ പ്രസിഡന്റ് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എനിക്ക് തരാനുള്ള ബാക്കി പണം അത് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം.
അടിപൊളി മൊബൈലാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് മുതൽ ഇത് ഞാൻ യൂസ് ചെയ്യും. ബോസ് ഇത് കാണരുത്. അയാള് കണ്ട ഇതും തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഒരു പ്രാവശ്യം ഓൺ ചെയ്ത് നോക്കാം. കീക്കോ, സാറ്റലൈറ്റ് വഴി ഞാൻ ഫുട്ടേജസ് കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് അടുത്ത് എവിടെയോ ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ആ പ്രസിഡന്റിനെ അവർ വെച്ചിരിക്കുന്നത്. അത് വളരെ വലിയ ഏരിയ ആണെന്ന് തോന്നല്ലോ. ആ സ്ഥലം ശരിക്കും കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു തോന്നുന്നു. വേറെന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യേ. കീക്കോ, കുറച്ചു സമയം മുമ്പാണ് പ്രസിഡന്റ് സാറിന് മൊബൈൽ റിംഗ് ആയത്. പക്ഷേ അത് വേറെ ആരോ എടുത്ത് കട്ട് ചെയ്തു. നിങ്ങളൊരു കാര്യം ചെയ്യൂ അങ്കിൾ. നിങ്ങൾ ആ പ്രസിഡന്റിന്റെ നമ്പർ എനിക്ക് തന്നേക്ക്. സൂപ്പർ സ്പീഡോ, നീ ആ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യേ. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ പോണം. നിങ്ങൾ പ്രസിഡന്റിന്റെ നമ്പർ ട്രൈ ചെയ്തോണ്ടിരിക്കൂ. ചിലപ്പോ അദ്ദേഹം എടുത്ത് സംസാരിക്കും. ഐഡിയ കീക്കോ. ഇതാ പിടിച്ചോ. ഒരു പ്രാവശ്യം നമുക്ക് ബാക്കി കാശും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് കഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് അല്ല, ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തല കീഴായി മാറ്റിമറിക്കും. തീർച്ചയായും ബോസ്, തീർച്ചയായിട്ടും. പണം കിട്ടിയതിന് ശേഷം നിങ്ങൾ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരൂ. ആദ്യമൊക്കെ നീ മൊബൈലല്ലേ ചോദിച്ചത്? വേണ്ട, മൊബൈൽ പ്രശ്നമില്ല ബോസ്. അത് ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ആണോ? എവിടുന്ന്? ആരുടെ മൊബൈൽ റിംഗ് ആവുന്നത്? ആരുടെ അല്ല ബോസ്, ഞാൻ എന്റെ വായി കൊണ്ട് മൊബൈൽ റിംഗ് ചെയ്യുന്നത് പോലെ വോയിസ് കൊടുത്തതാ. ഇത് കണ്ടോ? അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നത്? പറയടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ മലമുകളിൽ നിന്ന് വലിച്ചെറിയും. സോറി 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 ബോസ്. ഞാൻ പറയാം ബോസ്, ഈ മൊബൈല് പ്രസിഡന്റിന്റെ മൊബൈലാ. മണ്ട, എന്താടാ നീ ചെയ്തത്? ആ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണമെന്ന് നിനക്ക് അറിയില്ലേ? അവർ ഈ മൊബൈലിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ചേരും. നോക്കിക്കോ. പോടാ. നിനക്ക് ഡ്രൈ ഫ്രൂട്ട് അല്ല, നിനക്ക് ഒരു ഫ്രൂട്ടും കഴിക്കാനുള്ള യോഗ്യതയില്ല. ഇറങ്ങി പോടാ. എങ്ങനെയാ പെട്ടെന്ന് ഇൻഡിക്കേഷൻ കട്ടായി പോയത്? പക്ഷേ അവർ പ്രസിഡന്റിന്റെ മൊബൈൽ ഓഫ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. മൊബൈലിന്റെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ടർബോ സ്പീഡ് ആക്ടിവേറ്റ് ചെയ്യേ. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മറിച്ചു കളയും. നോക്കൂ മിസ്റ്റർ കൈറ്റ്മാൻ, പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങൾ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. അദ്ദേഹത്തെ റിലീസ് ചെയ്ത് തെറ്റ് ശരിയാക്കി മാറ്റൂ. ഓ ആണോ? എന്റെ സ്ഥലത്തേക്ക് വന്ന് നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ഷേടാ, ഞാൻ വളരെ പേടിച്ചു പോയി. ഇന്നാ പ്രസിഡന്റിനെ നീ തന്നെ പിടിച്ചോണ്ട് പൊയ്ക്കോ. ബോസിനോടാണോടാ നിന്റെ കളി? ഇപ്പൊ നോക്കിക്കോ, മലമുകളിൽ നിന്ന് തള്ളി വിട്ടാലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ചിന്ന ഭിന്നമായി പോകും. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിച്ചു കളയും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 138. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 138. കൈറ്റ്മാൻ ദേ പോകുന്നു. സൂപ്പർ സ്പീഡോ, വേഗം അവനെ ഫോളോ ചെയ്യേ. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കുന്നതാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് പ്രസിഡന്റിനെ രക്ഷിക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 189. ഓക്കേ കീക്കോ. ഓ ആണോ?
പ്രസിഡന്റിനെ രക്ഷിക്ക്. ഓക്കേ ബഡി. ഹലോ മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ഇദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടല്ലോ. കീക്കോ, പ്രസിഡന്റിന് ബോധം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പ്രഷറും ലോയാണ്. സൂപ്പർ സ്പീഡോ, നീ പ്രസിഡന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേ. ഇവരെ രണ്ടാളെ ഞാൻ നോക്കിക്കോളാം. ഓൾ റൈറ്റ് ബഡി. ബോസ്, നിങ്ങൾ കിക്കോയെ നോക്കിക്കോ. അതിനുള്ളിൽ ഞാൻ ആ കാറിനെ തകർത്ത് തരിപ്പണമാക്കാം. എന്നെ നിനക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. സോറി. ബോസേ, സൂപ്പർ സ്പീഡോ പ്രസിഡന്റിനെ കൊണ്ട് എസ്കേപ്പ് ആയി കഴിഞ്ഞു. ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിചാരിച്ചാൽ പ്രസിഡന്റിനെ വീണ്ടും കിഡ്നാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനു മുൻപ് ഈ കീക്കോയെ നല്ല ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ബോസ്, പാറയിൽ കൊണ്ടിടിച്ച് ഇവന്റെ തല രണ്ടായിട്ട് പിളർന്നേക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നോക്കിക്കോ, കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തലകീഴായി മാറ്റി മറിക്കും. ഒരുപക്ഷെ ഞാൻ ചെന്ന പാറയിൽ ഇടിക്കുകയാണെങ്കിൽ എന്റെ തല പീസ് പീസായി പോവും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. താങ്ക് യു സൂപ്പർ സ്പീഡോ. പ്രസിഡന്റ് അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ, ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു. അവര് രണ്ടാളും നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? ഇത് നമ്മുടെ ടൈമാണ്. ഒരു കൈറ്റ്മാന്റെ കഥ തീർന്നു. ഇപ്പൊ ഈ മൊട്ടത്തലേന്റെ കഥ അങ്ങ് തീർത്തേക്കാം. ഇങ്ങോട്ട് നോക്ക്, വീണ്ടും എത്തിക്കഴിഞ്ഞു. കീക്കോ, കൈറ്റ്മാന്റെ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് സമയത്തേക്കൊന്നും എനിക്കിത് താങ്ങാൻ പറ്റില്ല. നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഈ സൂപ്പർ കാറിൽ നിന്നും പാതാളത്തിലേക്ക് അയക്കും. കൈറ്റ്മാന്റെ കാറ്റാടി എല്ലാത്തിനെയും തല കീഴായി മാറ്റി മറിക്കും. എന്റെ പവർഫുൾ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 363. സൂപ്പർ ഐഡിയ കീക്കോ. സ്വീറ്റിൽ വീട് ഈച്ചയെ വലിച്ചെറിയുടെ സമയമായി കഴിഞ്ഞു. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. ഇന്ന് നിങ്ങൾ കാരണം ഞാൻ വളരെ സേഫ് ആയിട്ടും കറക്റ്റ് സമയത്തും എന്റെ ജോയ് സിറ്റിയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. ഇലക്ഷനിലും എനിക്ക് പങ്കെടുക്കാനായി. അതുകൊണ്ട് ഈ ബ്രേവറി ട്രോഫീസിനെ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായി നൽകി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സൂപ്പർ ഐഡിയ കീക്കോ.